കരങ്കാവു കരങ്കശു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്ര പരിചയമില്ലാത്ത ആഘോഷമാണ്. റമദാൻ 15 പിന്നിട്ടാൽ അറബ് നാടുകളിൽ ഇത് വ്യാപകമാണ്. കുട്ടികളുടേതാണ് ആഘോഷം. നോമ്പെടുത്തതിന് മധുരം തേടി പാട്ടുമായി അവർ ഓരോ വീട്ടിലുമെത്തും. കുട്ടി നോമ്പുകാർ നഗരം കീഴടക്കുന്ന രാത്രി നിറങ്ങളും അലങ്കാരങ്ങളുമുള്ള പുത്തനുടുപ്പണിഞ്ഞും പാട്ടുപാടിയും നൃത്തം ചെയ്തും റമദാനിലെ അവരുടെ ദിവസം ആഘോഷമാക്കുന്ന രാത്രി. ഖത്തറിലെ കുട്ടി നോമ്പുകാർ നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഖരങ്കാവു നോമ്പുത്സവം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറും. റമദാനിലെ 14-ാം നോമ്പ് തുറന്ന് വെള്ളിയാഴ്ച രാവിനെ പകലാക്കി കുട്ടിക്കൂട്ടങ്ങൾ തെരുവുകളൊന്നാകെ കീഴടക്കും. ഖത്തറിലെ മാളുകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലുമായി കുട്ടി നോമ്പുകാരുടെ പട. അവരുടെ സന്തോഷത്തിനൊപ്പം രക്ഷിതാക്കളും കൂടെ കൂടും. നോമ്പ് പകുതി പിന്നിട്ടാലാണ് കുട്ടിക്കൂട്ടങ്ങളുടെ നോമ്പാഘോഷത്തിന്റെ ദിവസം. റമദാൻ 15-ാം രാവിലാണ് ഇത് നടക്കുക. ഖത്തറിൽ ഖരങ്കാവു എന്നറിയപ്പെടുന്ന പരമ്പരാഗത ആഘോഷം മതപരമായ ആചാരമല്ലെങ്കിലും നോമ്പെടുക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഞങ്ങൾക്ക് തരൂ, അള്ളാഹു നിങ്ങൾക്ക് തരും എന്നർത്ഥം വരുന്ന പാട്ടുമായി കുട്ടികൾ വീടാന്തരം കയറിയിറങ്ങും. വർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തുന്ന കുട്ടികൾക്ക് വീട്ടുകാർ മിഠായികളും കളിപ്പാട്ടങ്ങളും നൽകും. വീടുകളിൽ മാത്രമല്ല, ലുസൈൽ, ബലാഗോദ്, പേൾ ഖത്തർ, മിഷൈരി ഡൗൺ ടൗൺ, ദർബൽ സായി തുടങ്ങി രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇപ്രാവശ്യവും ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു. മലയാളികളടക്കമുള്ള പ്രവാസി കുടുംബങ്ങളും കുട്ടികളും ആഘോഷങ്ങളിൽ സജീവമായി. ഇത് വളരെ പുതുമയായിട്ടൊരു കാഴ്ചയായിട്ട് തോന്നി. കാരണം കുട്ടികളുടെ ഒരു നോമ്പിൻ്റെ അവരെ നോമ്പ് പിടിക്കാൻ പ്രചോദനം കൊടുക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല പരിപാടിയായിട്ട് തോന്നി. നമ്മൾ അറബി റൂംസ് ഉള്ള ഏരിയയിലാണ് താമസിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല, അതായത് കൊച്ചു കുട്ടികൾ ഒരുപാട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ റമദാൻ അവരൊരു കരങ്കാവു ഫെസ്റ്റ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അതായത് നോമ്പ് പിടിക്കാനായിട്ട് നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ പോലെ 7 വയസ്സ് തൊട്ട് 5 വയസ്സ് തൊട്ട് കുട്ടികൾ ചെറിയ രീതിയിൽ നോമ്പ് പിടിക്കാൻ തുടങ്ങാറുണ്ട്. അതിനെ ഇവിടെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഫെസ്റ്റ് നടത്തുന്നത്. അത് നമുക്കും പ്രചോദനമാണ്. കാരണം നമുക്ക് ഇത് കണ്ട് കുട്ടികൾ പോലും അവർക്ക് നോമ്പ് പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറയാറുണ്ട്. ഒമാനിൽ ഈ നോമ്പുത്സവത്തിന് ഖരങ്കശു എന്നാണ് പേര്. അറബ് ബാല്യ കൗമാരങ്ങളുടെ ആഘോഷം അവർ ഇപ്രാവശ്യം കൊട്ടിപ്പാടി കൊണ്ടാടി. മത്ര, സൂർ, നിസ്വ, മസ്കത്ത് തുടങ്ങി രാജ്യത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ആഘോഷത്തോടെയാണ് നോമ്പുത്സവത്തെ വരവേറ്റത്. വിവിധ മാളുകളിലും മറ്റും പ്രത്യേകമായി ആഘോഷരാവ് സംഘടിപ്പിച്ചിരുന്നു. റെസിഡൻഷ്യൽ മേഖലകളിൽ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ തന്നെ കുട്ടികൾക്കായുള്ള ആഘോഷ പരിപാടികൾ ഔദ്യോഗികമായി തന്നെ സംഘടിപ്പിച്ചിരുന്നു. റമദാൻ പകുതി പിന്നിട്ടെന്ന സന്ദേശവും ഈ പരിപാടികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഖരങ്കശുവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങളും നാണയങ്ങളും സ്വരുക്കൂട്ടി പെരുന്നാൾ ആഘോഷത്തിനായി മാറ്റിവെക്കുന്ന കുട്ടിക്കൂട്ടങ്ങൾ വരെയുണ്ട്. ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകളോടെ പണ്ട് കാലം തൊട്ടേ ഈ ആചാരങ്ങൾ ഉള്ളതായി പഴമക്കാർ പറയുന്നു. പൈതൃകങ്ങളിൽ ഉൾച്ചേർന്ന മിത്തുകളാണ് ഖരങ്കശു പോലുള്ള ആഘോഷങ്ങളുടെ പിറകിൽ. വിപണികൾ ഉണരുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇത്. ഇതിൻ്റെ ഭാഗമായി ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ റമദാന്റെ തുടക്കം മുതലേ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും മധുര പലഹാരങ്ങളും കൊണ്ട് നിറയും. ആധുനിക ലോകത്തിൻ്റെ കുതിപ്പുകൾക്കിടയിലും പുതിയ തലമുറ കൂടെ കൂട്ടേണ്ട ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ചോർന്നു പോകാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം ആഘോഷങ്ങൾ.